നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പോർച്ചുഗലിൻ്റെ അന്താരാഷ്ട്ര മത്സരം, ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അവസാന മത്സരം ഇന്ന് USA-യുമായിട്ട് നടക്കുകയാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 ഈ കളി നടക്കുന്നത്. അതുപോലെ ബ്രസീലിൻ്റെ മത്സരം, ബ്രസീലും ക്രൊയേഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ആ കളി നാളെ പുലർച്ചെ 5:30 ആരംഭിക്കുക. ഈ രണ്ട് ടീമിൻ്റെയും കോച്ചുമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നല്ലോ. അപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആഞ്ചലോട്ടി പറഞ്ഞത് വേൾഡ് കപ്പ് നേടണമെങ്കിൽ ബ്രസീലിന് വേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. മുമ്പൊക്കെ ബ്രസീൽ വേൾഡ് കപ്പ് നേടിയപ്പോൾ അതുണ്ടായിരുന്നു. അതായത് നല്ല ടാലൻ്റുള്ള കളിക്കാർ അതിപ്പോഴും ഉണ്ട്. അതുപോലെ ഡിഫൻസ് ശക്തമാക്കണം. ഏത് ടീമാണോ വളരെ കുറച്ച് മാത്രം ഗോളുകൾ കൺസീഡ് ചെയ്തത് ആ ടീം വേൾഡ് കപ്പ് നേടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് കോച്ച് പറഞ്ഞത്, ആഞ്ചലോട്ടി പറഞ്ഞത്. ആഞ്ചലോട്ടിയുടെ പത്രസമ്മേളനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റോബർട്ടോ മാർട്ടിനസ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നത്, പോർച്ചുഗലിൻ്റെ കോച്ച്. അപ്പോൾ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ഇതേ ചോദ്യം ചോദിക്കുകയാണ്. ആഞ്ചലോട്ടി പറഞ്ഞല്ലോ, ഫ്യൂവസ്റ്റ് ഗോൾസ് ഏത് ടീമാണോ കൺസീഡ് ചെയ്യുക അവരാണ് വേൾഡ് കപ്പ് വിജയിക്കുക എന്ന്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ആഞ്ചലോട്ടിയുടെ അഭിപ്രായത്തിന്മേൽ അഭിപ്രായം ചോദിക്കുകയാണ് റോബർട്ടോ മാർട്ടിനസിനോട്. റോബർട്ടോ മാർട്ടിനസിൻ്റെ മറുപടി, ഫുട്ബോളിൽ അങ്ങനെയല്ല, കുറച്ച് ഗോൾ ആര് കൺസീഡ് ചെയ്യുന്നു എന്നുള്ളതല്ല, കൂടുതൽ ഗോൾ ആരടിക്കുന്നു, ഓപ്പണൻസിനേക്കാൾ എതിർ ടീമിനേക്കാൾ കൂടുതൽ ഗോളുകൾ ആരടിക്കുന്നു അവരാണ് വിജയിക്കുക. ഇൻ ഫുട്ബോൾ ദി ടീം ദാറ്റ് സ്കോർസ് മോർ ഗോൾസ് ദാൻ ഇറ്റ്സ് ഓപ്പണൻസ് വിൻ. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അത് നമ്മുടെ കളിരീതി അനുസരിച്ചും നമ്മുടെ പ്ലെയേഴ്സ് എങ്ങനെയുള്ളതാണെന്നനുസരിച്ചും നമ്മുടെ പ്ലേയിങ് ഐഡിയ എന്താണെന്നനുസരിച്ചും ഒക്കെ വരും. ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ഷീറ്റ് നേടുക, നമ്മൾ സ്കോറും ചെയ്യുക, അപ്പോൾ ജയിക്കാൻ എളുപ്പമാണ്. അതാണ് ഞാൻ കാണുന്ന കാര്യം. പക്ഷേ എപ്പോഴും ഓപ്പണൻസിനേക്കാൾ കൂടുതൽ ഗോൾ അടിക്കാൻ നമുക്ക് കഴിഞ്ഞാലോ? നമ്മൾ ക്ലീൻ ഷീറ്റ് നേടിയിട്ടില്ല, ഗോൾ വഴങ്ങിയാലും ഓപ്പണൻസിനേക്കാൾ കൂടുതൽ ഗോളുകൾ നേടാൻ കഴിഞ്ഞാലോ അപ്പോഴും നമ്മൾ വിജയിക്കും. സോ വാട്ട് മാറ്റർ ഈസ് മാസ്റ്ററിങ് ഈച്ച് പ്ലേയർ സ്ട്രാറ്റജി. അതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വാട്ട് മാറ്റേഴ്സ് ഈസ് മാസ്റ്ററിങ് ഈച്ച് പ്ലേയർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കാൻ ചെയ്യുന്നത്. സോ ഓരോ ടീമിനും ഓരോ ആശയങ്ങളുണ്ടാവും. ആഞ്ചലോട്ടി പറയുന്നത് ബ്രസീലിന് നല്ല ഒഫൻസീവ് പ്ലേയേഴ്സ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇനി ഡിഫൻസ് ശക്തമാക്കണം, അതുകൂടി ഉണ്ടെങ്കിൽ വേൾഡ് കപ്പിൽ മുന്നോട്ട് പോകാമെന്നാണ്. എന്നാൽ ഗോൾ വഴങ്ങുകയാണെങ്കിൽ വഴങ്ങട്ടെന്നേ, നമുക്കതിനേക്കാൾ കൂടുതൽ ഗോൾ അടിച്ചങ്ങ് ജയിച്ചാൽ പോരെ എന്നുള്ള നിലപാടാണ് റോബർട്ടോ മാർട്ടിനസിൻ്റെത്. ഓരോ കോച്ചുമാർ ഓരോ രീതികൾ, ഓരോ പോളിസികൾ, ഓരോ സ്ട്രാറ്റജികൾ. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.